നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് 2025 ജനുവരി 1 മുതൽ 5 വരെ. 2025 പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം ഏതാണ്? കിരിബാത്തി ദ്വീപ് രാഷ്ട്രം. ഇന്ത്യയേക്കാൾ 8.5 മണിക്കൂർ മുന്നിലാണ് കിരിബാത്തി ദ്വീപ്. മധ്യ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്മസ് ദ്വീപ് എന്നറിയപ്പെടുന്ന കൊച്ചു രാഷ്ട്രം. ലോകത്തിലെ ഒറ്റപ്പെട്ട ദ്വീപുകൾ ഒന്നാണിത്. കടലിന് കുറുകെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കന്യാകുമാരി, തമിഴ്നാട്. ഇത് വിവേകാനന്ദ പാറയെയും 133 അടി ഉയരമുള്ള തിരുവള്ളുവർ പ്രതിമയും ബന്ധിപ്പിക്കുന്നു. തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിൻ്റെ രജത ജൂബിലി 25-ാം വർഷത്തെ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഗ്ലാസ് പാലം നിർമ്മിച്ചത്. ഇത് വാസ്തുവിദ്യാ വിസ്മയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ISROയുടെ 100ാമത്തെ ഇസ്രോ വിക്ഷേപണത്തിൻ്റെ പേരെന്താണ്? GSLV NVS-02 ഉപഗ്രഹം. വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രം, ശ്രീഹരിക്കോട്ട. ജിയോസിൻക്രണവ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ചാണ് വിക്ഷേപണം. 2025 UN അന്താരാഷ്ട്ര സഹകരണ വർഷത്തിൻ്റെ പ്രമേയം എന്താണ്? സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കും. കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ വേൾഡ്. 2024 ജൂൺ 19 UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചു. 2ാം തവണയാണ് UN സഹകരണ സ്ഥാപനങ്ങൾക്കായി അന്താരാഷ്ട്ര വർഷം ആചരിക്കുന്നത്. 4 പ്രധാന ഘടകങ്ങൾ: പരസ്പര സഹകരണത്തിൻ്റെ പ്രാധാന്യം, പിന്തുണാ നയങ്ങൾ, നേതൃത്വ വികസനം, സുസ്ഥിര ഭാവി. 2025 കേരള സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയുടെ പേരെന്താണ്? MD നിള. അന്തരിച്ച എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായാണ് ഈ പേര് നൽകിയത്. ആദ്യമായി കലോത്സവത്തിന് ജർമ്മൻ മാതൃകയിലുള്ള പന്തൽ ഒരുക്കി. സംഗീതോപകരണമായ വീണയുടെ ശില്പത്തിലാണ് കലോത്സവ പതാക ഉയർത്തിയത്. ശില്പി വില്യം പനിപ്പിച്ച. 63ാം കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം. 2024 28ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീട ജേതാക്കൾ ആരാണ്? പശ്ചിമ ബംഗാൾ. ബംഗാളിൻ്റെ 42ാം ഫൈനൽ ആയിരുന്നു ഇത്. ഫൈനലിൻ്റെ വേദി GMC ബാലയോഗി സ്റ്റേഡിയം, ഹൈദരാബാദ്. ഫൈനലിൽ റോബി ഹൻസ്ദയുടെ ഗോളിൻ്റെ 90+2 പിൻബലത്തിൽ 1-0 കേരളത്തെ പരാജയപ്പെടുത്തിയാണ് ബംഗാൾ കിരീടം സ്വന്തമാക്കിയത്. റോബി ഹൻസ്ദയാണ് ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ, 12 ഗോളുകൾ. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീം ബംഗാൾ 33 തവണ. 2ാം സ്ഥാനം കേരളം 7 തവണ. 3ാം സ്ഥാനം പഞ്ചാബ് 8 തവണ. പഞ്ചാബ് 8 തവണ കിരീടം നേടിയിട്ടുണ്ട്. അത് കേരളത്തെക്കാൾ കൂടുതലാണ്. എന്നാൽ പഞ്ചാബ് കേരളത്തെ പോലെ കൂടുതൽ ഫൈനലുകൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് കേരളം 2ാമൻ എന്നാണ് കണക്കാക്കുന്നത്. കേരളം 16 തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണ ഫൈനലിൽ ബംഗാളിനെ കേരളം തോൽപ്പിച്ചിരുന്നു. ഫൈനലിൽ കേരള ക്യാപ്റ്റൻ സൽമാൻ നിസാർ 49 റൺസ് നേടി ടീമിൻ്റെ ടോപ്പ് സ്കോറർ ആയി. സന്തോഷ് ട്രോഫി 1941 ആരംഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റ് ആണിത്. സന്തോഷ് യാദവിൻ്റെ സ്മരണാർത്ഥം നൽകിയ പേരാണ്. സംസ്ഥാന ഫുട്ബോൾ ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. 28ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഹൈദരാബാദ്, തെലങ്കാന. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി 2012 ഏർപ്പെടുത്തിയ ബഹുമതിയാണ് ഹരിവരാസനം അവാർഡ്. ശബരിമലയുമായി ബന്ധപ്പെട്ട മതനിരപേക്ഷത, സമചിത്തത,
സാർവത്രിക സാഹോദര്യം എന്നിവയുടെ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾക്കാണ് ഇത് നൽകുന്നത്, പ്രാഥമികമായി സംഗീതത്തിലൂടെ. ശബരിമല ക്ഷേത്രത്തിൽ എല്ലാ രാത്രിയും സന്നിധാനം അടയ്ക്കുന്നതിനു മുമ്പ് അയ്യപ്പ ഭഗവാന്റെ താലപ്പൊലിയായി ആലപിക്കുന്ന ഹരിവരാസനം എന്ന ഐതിഹാസിക ഗാനത്തിൻ്റെ പേരിലാണ് അവാർഡ്. അതിൻ്റെ യഥാർത്ഥ ഉത്ഭവം വ്യക്തമല്ലെങ്കിലും സ്വാമി അയ്യപ്പൻ 1975 എന്ന മലയാള സിനിമയിൽ KJ യേശുദാസ് പാടിയതിന് ശേഷം ഈ ഗാനം വളരെയധികം പ്രശസ്തി നേടി. അന്തരിച്ച സംഗീത സംവിധായകൻ G. ദേവരാജൻ മാസ്റ്ററാണ് ഇത് മധ്യമാവധി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയത്. സാധാരണയായി ശബരിമലയിൽ മകരവിളക്ക് നാളിലാണ് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. KJ യേശുദാസാണ് 2012 ആദ്യമായി പുരസ്കാരം നേടിയത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മറ്റു ജേതാക്കൾ: 2013 KG ജയൻ, 2014 P. ജയചന്ദ്രൻ, 2015 SP ബാലസുബ്രഹ്മണ്യം, 2016 MG ശ്രീകുമാർ, 2017 ഗംഗൈ അമരൻ, 2018 KS ചിത്ര, 2019 P. സുശീല, 2020 ഇളയരാജ, 2021 വീരമണി രാജു, 2022 ആലപ്പുഴ രംഗനാഥ്, 2023 ജേതാവ് ശ്രീകുമാരൻ തമ്പി, 2024 ജേതാവ് PK വീരമണിദാസൻ, തമിഴ് പിന്നണി ഗായകൻ. കേരളത്തിൻ്റെ പുതിയ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഭിന്നശേഷിക്കാർക്കായി കേരള സർക്കാർ 2025 ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഇടം. കേരള സാമൂഹ്യ നീതി വകുപ്പ് വ്യവസായ വകുപ്പുമായി ചേർന്ന് ആരംഭിച്ച പദ്ധതി. സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് 2025 ജനുവരി 1 തിരുവനന്തപുരം. പന ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിനായി ബാങ്കുകൾ ഒരുക്കി നൽകുന്ന പദ്ധതി. പനം കൽക്കണ്ട്, കരിപ്പട്ടി, വിവിധതരം ജ്യൂസുകൾ, നൊങ്ക് സർബത്ത്, ചുക്ക് കാപ്പി എന്നിവയാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ഭിന്നശേഷിക്കാർക്ക് മേൽപ്പറഞ്ഞ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച് വരുമാനം നേടാനുള്ള അതുല്യമായ സംരംഭം. ഭിന്നശേഷിക്കാരുടെ സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിടുന്നു. ഇനിഷ്യേറ്റീവ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് മൂവ്മെൻറ്റ് IDEM ഭിന്നശേഷിക്കാരുടെ സമഗ്രമായ ജീവിത പുരോഗതിക്ക് വേണ്ടിയാണ് ഇടം പദ്ധതി ഒരുക്കുന്നത്. നിയമം, വ്യവസായം, കയർ വകുപ്പ് മന്ത്രി P. രാജീവ്. 2025 ക്രിക്കറ്റ് വേദികൾ. അണ്ടർ-19 വനിതാ T20 ലോകകപ്പ് മലേഷ്യ. ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ ആൻഡ് UAE. വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യ. 2025 ജനുവരി 1 അന്തരിച്ച കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഫോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം ആദ്യമായി ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ KS മണിലാൽ. 86 വയസ്സായിരുന്നു. പൂർണ്ണനാമം കാട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. കാലിക്കറ്റ് സർവകലാശാല സസ്യശാസ്ത്ര വിഭാഗം മുൻ മേധാവി ആയിരുന്നു. 200-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും 11 പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലെയും പരിസരത്തെയും സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള പഠനത്തിന് നേതൃത്വം നൽകി. സൈലന്റ് വാലിയിലെ സസ്യ ഇനങ്ങളെക്കുറിച്ച് നടത്തിയ പഠനം ശ്രദ്ധേയമായി. നെതർലാൻഡ്സ് സർക്കാരിൻ്റെ ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഓറഞ്ച് നസോ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2020 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2027 റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരുങ്ങുന്ന ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രമേത്? കുലശേഖരപട്ടണം, തൂത്തുക്കുടി. 2025 മുതൽ 2039 വരെയുള്ള ജനറേഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? ജനറേഷൻ ബീറ്റ. 2025 ജനുവരി 1 മുതൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ജനറേഷൻ ബീറ്റ 2035ഓടെ ലോക ജനസംഖ്യയുടെ 16% വരുമെന്നാണ് സാമൂഹിക ഗവേഷകനായ മാർക്ക് മക്രഡിലിൻ്റെ
പഠനം. മനുഷ്യചരിത്രത്തിലെ പുതിയ യുഗങ്ങളെ സൂചിപ്പിക്കാൻ ഗ്രീക്ക് അക്ഷരമാലയിൽ നിന്ന് പേരുകൾ സ്വീകരിച്ചു വരുന്നു. ഇത് ജനറേഷൻ ആൽഫയിൽ തുടങ്ങി ജനറേഷൻ ബീറ്റ വരെ എത്തി നിൽക്കുന്നു. ജനറേഷൻ ബീറ്റയുടെ പ്രത്യേകത ഡിജിറ്റൽ ലോകത്തിൽ ജനിച്ചു വളരുന്ന ഇവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകളുമായി അടുത്ത ബന്ധം പുലർത്തുമെന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് (IoT) തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ആക്സസ് ചെയ്യാനും അവയിൽ പ്രാവീണ്യം നേടാനും ജനറേഷൻ ബീറ്റയ്ക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. സ്മാർട്ട് ടെക്നോളജികളുടെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഉയർച്ച ഇതിനു മുൻപുള്ള ആൽഫ ജനറേഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും AI, ഓട്ടോമേഷൻ എന്നിവ ദൈനംദിന ജീവിതത്തിലും വിദ്യാഭ്യാസത്തിലും ജോലിസ്ഥലങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിനും വിനോദത്തിനും പൂർണ്ണമായി ഉൾപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ജനറേഷൻ ബീറ്റ തന്നെ ആയിരിക്കും. ജനറേഷൻ ബീറ്റ ആരോഗ്യ സംരക്ഷണത്തിലും സാങ്കേതിക വിദ്യയിലും പുരോഗതി കൈവരിക്കുന്നതോടെ ഈ കാലയളവിൽ ജനിക്കുന്ന പല കുട്ടികൾക്കും കൂടുതൽ ആയുസ്സ് ഉണ്ടാകും. മില്ലേനിയൽസ് 1981 മുതൽ 1996 വരെ. ജനറേഷൻ ഇസഡ് 1996 മുതൽ 2010 വരെ. ജനറേഷൻ ആൽഫ 2010 മുതൽ 2024 വരെ. 2025 വർഷത്തിൻ്റെ പ്രത്യേകതകൾ: സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം. വൈകിയതിനുള്ള ഫീസോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത വരുമാന നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള നീട്ടിയ തീയതി എന്നാണ്. 2025 ജനുവരി 15. 2025 ജനുവരിയിൽ മിൽമ വിപണിയിൽ അവതരിപ്പിച്ച കൊഴുപ്പ് കൂടിയ ഫുൾ ക്രീം പാൽ ഏത്? മിൽമ റോയൽ. വില ലിറ്ററിന് 68 രൂപ. സംസ്ഥാനത്ത് 250 യൂണിറ്റിന് മേൽ പ്രതിമാസ വൈദ്യുതി ഉപയോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കളിൽ 5 ലക്ഷം പേർക്ക് ബാധകമാകുന്ന പുതിയ ബില്ലിംഗ് രീതി ഏത്? ടൈം ഓഫ് ഡേ (TOD) ബില്ലിംഗ്. വലിച്ചെറിയൽ വിരുദ്ധ ക്യാമ്പയിൻ വാരം എന്ന് മുതൽ എന്ന് വരെയാണ്? 2025 ജനുവരി 1 മുതൽ 7 വരെ. CRPF താൽക്കാലിക ഡയറക്ടർ ജനറൽ സ്ഥാനത്തേക്ക് 2024 ഡിസംബറിൽ നിയമിതനായത് ആര്? വിതുൽ കുമാർ. 1993 ബാച്ച് IPS ഓഫീസർ. സ്ഥലം ഉത്തർപ്രദേശ്. നിലവിലെ മേധാവി അനീഷ് ദയാൽ സിംഗ് 2024 ഡിസംബർ 31 വിരമിച്ച ഒഴിവിലാണ് നിയമനം. 2025 ജനുവരി 19 മുതൽ 22 വരെ നടക്കുന്ന സുഗതകുമാരി നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആര്? രാജ്നാഥ് സിംഗ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി. സമാപനം നടക്കുന്നത് ആറന്മുള. 2025 പുറത്തു വന്ന അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിൻ്റെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി ആര്? ചന്ദ്രബാബു നായിഡു, ആന്ധ്രാപ്രദേശ്. ആസ്തി 931 കോടി രൂപ. രണ്ടാം സ്ഥാനം പേമ ഖണ്ഡു, അരുണാചൽ പ്രദേശ്. ആസ്തി 332 കോടി രൂപ. മൂന്നാം സ്ഥാനം സിദ്ധരാമയ്യ, കർണാടക. ആസ്തി 51 കോടി. ഏറ്റവും കുറവ് ആസ്തിയുള്ളത് ഒന്നാം സ്ഥാനം മമതാ ബാനർജി, പശ്ചിമ ബംഗാൾ. ആസ്തി 15 ലക്ഷം രൂപ. ഏറ്റവും കുറവ് ആസ്തിയുള്ളതിൽ രണ്ടാം സ്ഥാനം ഒമർ അബ്ദുള്ള, ജമ്മു ആൻഡ് കാശ്മീർ. ആസ്തി 55 ലക്ഷം രൂപ. കേരളം പിണറായി വിജയൻ. ആസ്തി 1.18 കോടി രൂപ. ഇന്ത്യ നേപ്പാൾ സംയുക്ത സൈനികാഭ്യാസമായ സൂര്യകിരണിൻ്റെ 18ാമത് പതിപ്പിൻ്റെ വേദി എവിടെയാണ്? ലുംബിനി, നേപ്പാൾ. ഭോപ്പാലിൽ നടന്ന 67ാമത് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയതാര്? ഷാഹു തുഷാർ മാനെ.
ലിസ്റ്റ് എ ക്രിക്കറ്റിൽ 150 റൺസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ആയുഷ് മത്രേ, 17 വയസ്സ്. വിജയ് ഹസാരെ ട്രോഫി ഗ്രൂപ്പ് സിയിലെ മത്സരത്തിൽ നാഗാലാൻഡിനെതിരെ 117 പന്തിൽ 181 റൺസ് നേടി. ഇന്ത്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാൾ നേടിയ മുൻ റെക്കോർഡാണ് മത്രേ മറികടന്നത്. 27ാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? സൗദി അറേബ്യ. ആഗോള കുടുംബദിനം എന്നാണ്? ജനുവരി 1. 2024 ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ വൈശാലി നേടിയ മെഡൽ ഏത്? വെങ്കലം. ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ് 23 വയസ്സുകാരിയായ വൈശാലി. ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ആദ്യ സഹോദരന്മാരാണ് ഇവർ. ഓപ്പൺ ബ്ലിറ്റ്സ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് മാഗ്നസ് കാൾസൺ, ഇയാൻ നെപ്പോനിയാച്ചി. വനിതാ ബ്ലിറ്റ്സ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ജു വെൻ ജുൻ. ചൈന സ്വന്തം നാട്ടുകാരിയായ ലീ ടിങ് ജിയെയാണ് പരാജയപ്പെടുത്തിയത്. ചാമ്പ്യൻഷിപ്പ് വേദി ന്യൂയോർക്ക്. തീയതി 2024 ഡിസംബർ 31. പുരുഷ വിഭാഗം ജേതാക്കൾ മാഗ്നസ് കാൾസൺ നോർവീജിയ, ഇയാൻ നെപ്പോനിയാച്ചി റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ. ചരിത്രത്തിൽ ആദ്യമായാണ് ഫിഡെ ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ സംയുക്ത ജേതാക്കൾ ഉണ്ടാകുന്നത്. മാഗ്നസ് കാൾസണിൻ്റെ കരിയറിലെ 8ാം കിരീടവും ഇയാൻ നെപ്പോനിയാച്ചിയുടെ 1ാം കിരീടവുമാണ്. ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? അതിരപ്പള്ളി. തൻവിയിൻ പിറന്ന നാൾ എന്ന പുസ്തകം എഴുതിയതാര്? യുമ വാസുകി. 2025 പ്രഥമ വേവ്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമേത്? ന്യൂഡൽഹി. സ്പീച്ച് ആൻഡ് റിട്ടേൺ അനാലിസിസ് റിസോഴ്സ് സ്വാർ എന്ന പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനമേത്? ഗുജറാത്ത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? നൈജീരിയ. 35ാമത് ദേശീയ സീനിയർ പുരുഷ വനിതാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ജില്ല ഏത്? കണ്ണൂർ. ഏത് മന്ത്രാലയമാണ് 2025 പരിഷ്കാരങ്ങളുടെ വർഷമായി പ്രഖ്യാപിച്ചത്? പ്രതിരോധ മന്ത്രാലയം. 2025 ജനുവരി 1 ഇന്ത്യൻ എയർഫോഴ്സസ് വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ മേധാവിയായി ചുമതലയേറ്റത് ആരാണ്? എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര. 2025 എന്ത് വർഷമായാണ് UN പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി IYQ. ക്വാണ്ടം മെക്കാനിക്സിൽ വികസനമുണ്ടായതിൻ്റെ 100ാം വാർഷികമായതിനാലാണ് ഈ വർഷത്തെ തിരഞ്ഞെടുത്തത്. ക്വാണ്ടം സയൻസിൻ്റെ പ്രാധാന്യത്തെയും പ്രയോഗത്തെയും കുറിച്ച് അവബോധം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങൾ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമേത്? സ്വിറ്റ്സർലാൻഡ്. രാജ്യത്ത് വിമാനയാത്രയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാൻ വൈഫൈ സേവനം നൽകുന്ന ആദ്യ വിമാന കമ്പനി ഏതാണ്? എയർ ഇന്ത്യ. 10,000 അടിക്ക് മേൽ പ്രവർത്തിക്കുന്ന ഈ സേവനം iOS, ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ഉപകരണങ്ങൾ ഒരേ സമയം ലഭ്യമാക്കും. രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷകർക്കും സ്ഥാപനങ്ങൾക്കും ലോക നിലവാരമുള്ള ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ, ജേണലുകൾ, അക്കാദമിക് ഉള്ളടക്കം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഡിജിറ്റൽ വിജ്ഞാന ഉറവിടങ്ങളിലേക്ക് തടസ്സങ്ങളില്ലാതെ പ്രവേശനം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പദ്ധതി. കേന്ദ്ര സർക്കാർ 6,000 കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. UGCയുടെ ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക് ആണ് പദ്ധതി നടപ്പിലാക്കുന്നത്.
13,000-ഓളം ഈ ജേണലുകൾ ലഭ്യമാക്കും. 6,300-ലേറെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രയോജനം ലഭിക്കും. സർക്കാർ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, IIT-കൾ എന്നിവയിലെ 1.8 കോടിയിലേറെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രയോജനപ്പെടും. വിവിധ പ്രസാധകരിൽ നിന്ന് പ്രത്യേകം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പോർട്ടൽ വഴിയാണ് സേവനം ലഭ്യമാക്കുന്നത്. ജേണലുകൾ വാങ്ങാനുള്ള ചെലവ് ഗണ്യമായി കുറയും. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് ആരംഭിക്കുന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. തീപ്പൊള്ളൽ, അപകടങ്ങൾ എന്നിവയിൽ ത്വക്ക് നഷ്ടപ്പെട്ടവർക്ക് ചികിത്സയ്ക്കായി ദാതാക്കളുടെ സമ്മതത്തോടെ ശേഖരിക്കുന്ന ത്വക്ക് ശാസ്ത്രീയമായി സൂക്ഷിച്ചു വയ്ക്കുന്ന സംവിധാനമാണ് സ്കിൻ ബാങ്ക്. ആധാർ കാർഡ് സംവിധാനം നിയന്ത്രിക്കുന്ന യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI-യുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആയി 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? ഭുവനേഷ് കുമാർ. കേരളത്തിലെ ആദ്യത്തെ ഡിസൈൻ സൂ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ഒല്ലൂർ, പുത്തൂർ മണ്ഡലം, തൃശ്ശൂർ ജില്ല. പ്രകൃതിക്കും വന്യജീവികൾക്കും ഹാനികരമല്ലാത്ത രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും പരിസ്ഥിതി സൗഹൃദ നിർമ്മാണവും സമന്വയിപ്പിച്ച് നിർമ്മിക്കുന്ന നൂതന മൃഗശാല രൂപകൽപ്പനയാണ് ഡിസൈൻ സൂ. 338 ഏക്കറിൽ 380 കോടി രൂപ ചെലവഴിച്ചാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ സുവോളജിക്കൽ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. മന്നം ജയന്തി എന്നാണ്? ജനുവരി 2. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകനായ ശ്രീ മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമാണ് മന്നം ജയന്തിയായി ആചരിക്കുന്നത്. ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിൽ 1878 ജനുവരി മാസം 2-ാം തീയതിയായിരുന്നു മന്നത്ത് പത്മനാഭന്റെ ജനനം. മരണം 1970 ഫെബ്രുവരി 25. 2025 ജനുവരി 2-ന് 148-ാം മന്നം ജയന്തിയാണ് ആഘോഷിച്ചത്. പാക് അധീന പഞ്ചാബിലെ ചഷ്മയിൽ പാകിസ്ഥാൻ നിർമ്മിക്കുന്ന ആണവ നിലയത്തിൻ്റെ നിർമ്മാണവുമായി സഹകരിക്കുന്ന രാജ്യമേത്? ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ട് ഏതാണ്? ദേവി അഹല്യാഭായി ഹോൾക്കാർ അന്താരാഷ്ട്ര വിമാനത്താവളം, ഇൻഡോർ. മെറ്റീരിയൽ റിക്കവറി സംവിധാനം സ്ഥാപിച്ചതോടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. സൂര്യനോട് ഏറ്റവും അടുത്തെത്തിയ ആദ്യ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? പാർക്കർ സോളാർ പ്രോബ്. നാഷണൽ സ്പോർട്സ് അവാർഡ്സ് 2024 അർജുന അവാർഡ് ജേതാവായ മലയാളിയായ നീന്തൽ താരം ആരാണ്? സജൻ പ്രകാശ്. കേരള സ്റ്റേറ്റ് പോലീസിൽ ASP റാങ്കിൽ ജോലി ചെയ്യുന്നു. 2021 ഒളിമ്പിക്സ് A യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ നീന്തൽ താരം. 2015, 2021 എന്നീ വർഷങ്ങളിൽ ദേശീയ ഗെയിംസ് സ്വർണ്ണ മെഡൽ നേടി. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 2018 ഏഷ്യൻ ഗെയിംസിൽ 200 മീറ്റർ ബട്ടർഫ്ലൈയിൽ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ചു. 2019 ദക്ഷിണ ഏഷ്യൻ ഗെയിംസിൽ 7 സ്വർണ്ണ മെഡലുകൾ നേടി. 2021 ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. കേരള സർക്കാരിൻ്റെ GV രാജ പുരസ്കാരം നേടിയിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരവും നേടി. കായിക ലോകത്തെ സംഭാവനകൾക്ക് ഭാരത സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് അർജുന അവാർഡ്. 1961 തുടങ്ങിയ ഈ പുരസ്കാരത്തിൽ 15 ലക്ഷം രൂപയും വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്നു. നാഷണൽ സ്പോർട്സ് അവാർഡ്സ് 2024 ദ്രോണാചാര്യ അവാർഡ് ജേതാവായ മലയാളിയായ ബാഡ്മിൻ്റൺ പരിശീലകൻ ആരാണ്? S മുരളീധരൻ. മികച്ച കായിക പരിശീലകർക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകി വരുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായ ദ്രോണരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന പുരസ്കാരമാണിത്.
മികച്ച കായിക അധ്യാപനത്തിനായി 1985 മുതലാണ് നൽകി തുടങ്ങിയത്. ദ്രോണാചാര്യരുടെ ഒരു വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും 5 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യയിൽ മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന അവാർഡിന് അർജുന അവാർഡ് എന്ന പേര് നൽകാൻ കാരണം തന്നെ ദ്രോണർ അർജുനന്റെ ഗുരുവായതിനാൽ ആണ്. ആദ്യ അവാർഡ് ജേതാവ് OM നമ്പ്യാർ 1985. ഈ പുരസ്കാര ജേതാവാകുന്ന ആദ്യ വിദേശി BI ഫെർണാണ്ടസ് 2012. 2024 ദേശീയ കായിക അവാർഡ് ജേതാക്കൾ. മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് 4 കായിക താരങ്ങൾ അർഹരായി. അവാർഡ് ജേതാക്കൾ: D. ഗുകേഷ്, ലോക ചെസ് ചാമ്പ്യൻ. ഹർമൻപ്രീത് സിംഗ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ വെങ്കല മെഡലിലേക്ക് നയിച്ചു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും വെങ്കലം നേടിയ ടീമിൽ അംഗമായിരുന്നു. പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ് ഹൈജമ്പ് താരം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഹൈജമ്പിൽ സ്വർണം. 2020 ടോക്കിയോ പാരാലിമ്പിക്സിൽ വെള്ളി മെഡൽ. മനു ഫേക്കർ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം. 2024 പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ ഇരട്ട വെങ്കലം നേടി. ഷൂട്ടിംഗ് വ്യക്തിഗത വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടി. ഖേൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന നേട്ടം 18 വയസ്സുകാരനായ D. ഗുകേഷ് സ്വന്തമാക്കി. 2001 ഖേൽ രത്ന നേടിയ അഭിനവ് ബിന്ദ്രയുടെ പേരിലായിരുന്നു ഈ റെക്കോർഡ്. അപ്പോൾ അഭിനവ് ബിന്ദ്രയ്ക്ക് വയസ്സ് 19. അർജുന അവാർഡിന് 32 കായിക താരങ്ങൾ അർഹരായി. ഇതിൽ 17 പേരും പാരാ അത്ലറ്റുകളാണ്. അവാർഡ് ജേതാക്കൾ: ജ്യോതി എർ രാജി അത്ലറ്റിക്സ്, അന്നു റാണി അത്ലറ്റിക്സ്, നീതു ബോക്സിംഗ്, സാവിറ്റി ബോക്സിംഗ്, വന്തിക അഗർവാൾ ചെസ്, സെലിമ ടെറ്റെ ഹോക്കി, അഭിഷേക് ഹോക്കി, സഞ്ജയ് ഹോക്കി, ജർമൻപ്രീത് സിംഗ് ഹോക്കി, സുഖ്ജീത് സിംഗ് ഹോക്കി, രാകേഷ് കുമാർ പാരാ അമ്പെയ്ത്ത്, പ്രീതി പാൽ പാരാ അത്ലറ്റിക്സ്, ജീവൻജി ദീപ്തി പാരാ അത്ലറ്റിക്സ്, അജിത് സിംഗ് പാരാ അത്ലറ്റിക്സ്, സച്ചിൻ സർജവ് റാവു ഖിലാരി പാരാ അത്ലറ്റിക്, ധരംബീർ പാരാ അത്ലറ്റിക്സ്, പ്രണവ് ശർമ്മ പാരാ അത്ലറ്റിക്സ്, H. ഹോക്കാറ്റോസെമ പാരാ അത്ലറ്റിക്സ്, സിമ്രാൻ പാരാ അത്ലറ്റിക്സ്, നവദീപ് പാരാ അത്ലറ്റിക്സ്, നിതേഷ് കുമാർ പാരാ ബാഡ്മിൻ്റൺ, തുളസിമതി മുരുകേശൻ പാരാ അത്ലറ്റിക്സ്, നിത്യശ്രീ സുമതി ശിവൻ പാരാ ബാഡ്മിൻ്റൺ, മനീഷ രാമദാസ് പാരാ ബാഡ്മിൻ്റൺ, കപിൽ പാർമർ പാരാ ജൂഡോ, മോന അഗർവാൾ പാരാ ഷൂട്ടിംഗ്, റുബീന ഫ്രാൻസിസ് പാരാ ഷൂട്ടിംഗ്, സ്വപ്നിൽ സുരേഷ് കുസാലെ ഷൂട്ടിംഗ്, സരബ്ജോത് സിംഗ് ഷൂട്ടിംഗ്, അഭയ് സിംഗ് സ്ക്വാഷ്, സാജൻ പ്രകാശ് നീന്തൽ, അമൻ സെഹ്രാവത്ത് ഗുസ്തി. കായിക രംഗത്തെ ആജീവനാന്ത മികവിന് കഴിഞ്ഞ വർഷം വരെ നൽകിയിരുന്ന ധ്യാൻ ചന്ദ് പുരസ്കാരമാണ് ഇത്തവണ മുതൽ അർജുന അവാർഡ് ആജീവനാന്തം എന്ന് പേരുമാറ്റിയത്. അവാർഡ് ജേതാക്കൾ: സുച്ച സിംഗ് അത്ലറ്റിക്സ്, മുരളീകാന്ത് രാജാറാം പേഡ്കർ പാരാ നീന്തൽ. ദ്രോണാചാര്യ പുരസ്കാര ജേതാക്കൾ: സുഭാഷ് റാണ പാരാ ഷൂട്ടിംഗ്, ദീപാലി ദേശ്പാണ്ഡെ ഷൂട്ടിംഗ്, സന്ദീപ് സാങ്വാൻ ഹോക്കി. ദ്രോണാചാര്യ പുരസ്കാര ജേതാക്കൾ ആജീവനാന്ത വിഭാഗം: S. മുരളീധരൻ ബാഡ്മിൻ്റൺ, നിലവിലെ ബാഡ്മിൻ്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, ടെക്നിക്കൽ ഒഫീഷ്യൽ കമ്മിറ്റിയുടെ ചെയർമാൻ. അർമാൻഡോ ആംഗലോ കൊളോക്കോ ഫുട്ബോൾ, സുപ്രീം കോടതി റിട്ട ജഡ്ജി,
ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യത്തിൻ്റെ അധ്യക്ഷതയിലുള്ള 12 അംഗ സമിതിയാണ് അവാർഡിനുള്ള ശുപാർശകൾ കായിക മന്ത്രാലയത്തിൻ്റെ അന്തിമ പരിഗണനയ്ക്ക് നൽകിയത്. 2024 രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാരം നേടിയത് ഏത് ഫൗണ്ടേഷനാണ്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ. മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി, മഗ ട്രോഫി നേടിയ യൂണിവേഴ്സിറ്റി ഏതാണ്? ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റി. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ത്രൂ ദി ഏജസ് എന്ന പേരിലുള്ള പുസ്തകം 2025 ജനുവരി 2 ന്യൂഡൽഹിയിൽ ആരാണ് പ്രകാശനം ചെയ്തത്? അമിത് ഷാ, കേന്ദ്ര ആഭ്യന്തര സഹകരണ മന്ത്രി. പ്രകൃതിക്ഷോഭം, കീടങ്ങൾ, രോഗങ്ങൾ എന്നിവയുടെ ഫലമായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ഏതെങ്കിലും വിളകൾ പരാജയപ്പെടുമ്പോൾ കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും സാമ്പത്തിക സഹായവും നൽകുന്ന കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ഏതാണ്? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. പദ്ധതി ആരംഭിച്ച വർഷം 2016. ഇത് ഒരു രാജ്യം ഒരു വിള ഒരു പ്രീമിയം എന്ന തത്വത്തിൽ പ്രവർത്തിക്കുന്നു. പദ്ധതി കാലാവധി 2025-26 വരെ നീട്ടിയിട്ടുണ്ട്. 15ാം കേരള നിയമസഭയുടെ ബജറ്റ് പ്രഖ്യാപനം നടക്കുന്നത് എന്നാണ്? 2025 ഫെബ്രുവരി 7. 2024 ഡിസംബറിൽ നടന്ന യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് UPI ഇടപാടുകളുടെ മൂല്യമെത്ര? 23.25 കോടി രൂപ. 1673 കോടി UPI ഇടപാടുകൾ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മത്സര ഫലങ്ങൾ, വേദികളിലും ഓഫീസുകളിലും പെട്ടെന്നെത്താവുന്ന മാപ്പുകൾ, മത്സരങ്ങൾ, തീരുന്ന സമയം എന്നിവ അറിയാനായി കേരള സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? കൈറ്റ് ഉത്സവം. വാഹന പാർക്കിംഗ്, ഭക്ഷണശാലകൾ എന്നിവിടങ്ങളിലേക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ എത്താൻ ട്രാൻസ്പോർട്ട് കമ്മിറ്റി QR കോഡും പുറത്തിറക്കിയിട്ടുണ്ട്. മെയ്തി കുക്കി വംശീയ കലാപത്തിൽ മാപ്പ് അപേക്ഷിച്ച മണിപ്പൂർ മുഖ്യമന്ത്രി ആര്? ബീരേൻ സിംഗ്. കുറ്റകൃത്യങ്ങൾ പെടുന്ന കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കൊണ്ടുവന്ന ബോധവൽക്കരണ പദ്ധതി ഏത്? കാവൽ. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള സങ്കര പാവൽ ഇനങ്ങൾ ഏതെല്ലാം? പ്രജനി, പ്രഗതി. ഇന്ത്യയിൽ അത്യപൂർവമായി ഉപയോഗിച്ചിട്ടുള്ള ഗൈനീഷ്യസ് പെൺപൂക്കൾ മാത്രമുണ്ടാകുന്ന ചെടികളുടെ പ്രജനനം സാങ്കേതിക വിദ്യ വഴിയാണ് ഇവ വികസിപ്പിച്ചെടുത്തത്. ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ രാജ്യമേത്? ചൈന. 2025 ലോക ജൂനിയർ ഷൂട്ടിംഗ് ലോകവേദി എവിടെയാണ്? ഇന്ത്യ. 2025 വനിതാ കബഡി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ബീഹാർ. HMPVയുടെ പൂർണ്ണ രൂപമെന്ത്? ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ്. ന്യൂമോ വിരിഡെ കുടുംബത്തിലെ മെറ്റാന്യൂമോ വർഗത്തിൽപ്പെട്ട വൈറസ്. ശ്വാസകോശത്തെയും ശ്വസന വ്യവസ്ഥയെയും ബാധിക്കുന്ന വൈറസ്. സാധാരണയായി ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. തണുപ്പ് കാലത്താണ് വ്യാപനശേഷി കൂടുതൽ. 2001 നെതർലാൻഡിൽ ആദ്യമായി കണ്ടെത്തി. ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളുടെ സാമ്പിളുകൾ ഗവേഷണം നടത്തുന്നതിനിടെ ഡച്ച് ഗവേഷകരാണ് കണ്ടെത്തിയത്. കുട്ടികളും പ്രായമായവരും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരും ഇതിനെതിരെ മുൻകരുതൽ എടുക്കണം. രോഗബാധയുള്ള വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാം. പ്രധാന ലക്ഷണങ്ങൾ ജലദോഷം, തൊണ്ടവേദന, ചുമ, മൂക്കൊലിപ്പ്, ശ്വാസതടസ്സം. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമാകാത്തതിനാൽ രോഗനിർണയം വൈകും. ഈ രോഗത്തിന് വാക്സിനും ആൻറ്റിവൈറൽ മരുന്നുകളും ഇല്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. 2025 ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈന. അർബുദ രോഗബാധയുള്ള കോശങ്ങളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ടാർഗറ്റഡ് ക്യാൻസർ തെറാപ്പിക്ക് കുത്തിവയ്ക്കാവുന്ന ഹൈഡ്രോജൽ വികസിപ്പിച്ചത് എവിടെയാണ്? IIT ഗുവാഹത്തി.
ഏറ്റവും പുതിയ നാസ റിപ്പോർട്ട് അനുസരിച്ച് 2025 ജനുവരി 3 ഭൂമിയെ സമീപിക്കുന്ന ഛിന്നഗ്രഹങ്ങൾ ഏതാണ്? 2024 YF7, 2024 YR9. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ മുഖ്യാതിഥി ആര്? ക്രിസ്ത്യൻ കാർല കാംഗ്ലു. ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യമേത്? പാകിസ്ഥാൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം ഏതാണ്? NVS-02. ഖത്തർ ആസ്ഥാനമായുള്ള അൽ ജസീറ ചാനലിൻ്റെ സംരക്ഷണത്തിന് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമേത്? പാലസ്തീൻ. 2ാമത് വിലാസിനി നോബൽ പുരസ്കാരത്തിന് അർഹയായത് ആര്? അഡ്വക്കേറ്റ് A. നസീറ. നോവൽ ഉച്ചാടനം. ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ എത്രാം ജന്മദിനാഘോഷമാണ് 2025 ജനുവരി 7 ആഘോഷിക്കുന്നത്? 200. ഏത് അപകടമുണ്ടായി 40 വർഷത്തിന് ശേഷം അതിന് കാരണമായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് 377 ടൺ വിഷമാലിന്യം സംസ്കരിക്കുന്നതിനായി മാറ്റി തുടങ്ങിയത്? ഭോപ്പാൽ ഗ്യാസ് ദുരന്തം. 1984 ഡിസംബർ 2 രാത്രിയിലാണ് കീടനാശിനി ഫാക്ടറിയിൽ നിന്നും ചോർച്ച ഉണ്ടായത്. 5479 പേർക്ക് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ആരാണ് ബീഹാറിൻ്റെ 42ാമത് ഗവർണർ? ആരിഫ് മുഹമ്മദ് ഖാൻ. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുള്ള നഗരമേതാണ്? ബംഗളൂരു. 10 കിലോമീറ്റർ പിന്നിടാൻ ശരാശരി 28 മിനിറ്റ് 10 സെക്കൻഡ് സമയം വേണ്ടിവരും. കേരള സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? K-സ്മാർട്ട് ആപ്പ്. US ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാര്? മൈക്ക് ജോൺസൺ. 2025 ജനുവരിയിൽ അന്തരിച്ച ഉപ്പായി മാപ്ല എന്ന പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ച വ്യക്തിയാര്? ജോർജ് കുമ്പനാട്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ CR450 എന്ന അതിവേഗ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ച രാജ്യമേത്? ചൈന. വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾക്കായി സൂചിരഹിത ഷോക്ക് സിറിഞ്ചുകൾ വികസിപ്പിച്ചെടുത്ത IIT ഏത്? IIT ബോംബെ. മോൾഡോവയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? മായ സന്ധു. ലോക ബ്രെയിലി ദിനം എന്നാണ്? ജനുവരി 4. അന്ധരായ ആളുകളെ എഴുതുവാനും വായിക്കുവാനും പ്രാപ്തരാക്കിയ ലിപിയായ ബ്രെയിലി ലിപി ആവിഷ്കരിച്ച ലൂയി ബ്രെയിലിയുടെ ജന്മദിനമാണ് ബ്രെയിലി ദിനം. ബഹിരാകാശത്ത് ആദ്യമായി യന്ത്രക്കൈ പ്രവർത്തിപ്പിച്ച് ചരിത്ര നേട്ടം കൈവരിച്ചത് ആര്? ISRO. തിരുവനന്തപുരത്തെ ISRO ഇനേർഷ്യൽ സിസ്റ്റം യൂണിറ്റ് ആണ് യന്ത്രക്കൈ നിർമ്മിച്ചത്. റിലോക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ RRMTD എന്നതാണ് ഔദ്യോഗിക നാമം. PSLV C60 SpaDex ദൗത്യത്തിൻ്റെ ഭാഗമായി വിക്ഷേപിച്ചു. ലോകത്ത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച 4ാമത്തെ രാജ്യമായി മാറി ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം തദ്ദേശീയമായി നിർമ്മിതമായ ഈ യന്ത്രക്കൈ ഭാവിയിൽ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നു. ലോകത്ത് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച രാജ്യങ്ങൾ: അമേരിക്ക നാസ, റഷ്യ റോസ്കോമസ്, ചൈന CNSA, ഇന്ത്യ ISRO. ബഹിരാകാശത്ത് വിത്തുമുളപ്പിക്കൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് ആര്? ISRO. VSSE ആണ് ക്രോപ്സ് എന്ന പേരിട്ട മൊഡ്യൂൾ നിർമ്മിച്ചത്. 4 ദിവസം കൊണ്ട് ബഹിരാകാശത്ത് പയർ വിത്ത് മുളപ്പിച്ചു. 2024 ഡിസംബർ 29 അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ജാപ്പനീസ് വനിതയാര്? ടൊമിക്കോ ഇറ്റൂക്ക. 116 വയസ്സായിരുന്നു. ജനനം 1908.
ഇതോടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെന്ന റെക്കോർഡ് ബ്രസീലിയൻ മുത്തശ്ശി ഇനാകാന ബെറോ ലൂക്കാസ് 116 വയസ്സ് സ്വന്തമാക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര്? ഫായിസ് അഹമ്മദ് കിദായി. വരാനിരിക്കുന്ന അജന്ത എല്ലോറ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ AIFF 2025 പത്മപാണി ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ആരാണ്? സായ് പരഞ്ജ്പേ. ഹരിത GDP മാതൃക സ്വീകരിച്ച് വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ഛത്തീസ്ഗഡ്. 2024 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച കായിക താരങ്ങൾ ആരെല്ലാം? ലയണൽ മെസ്സി, മാജിക് ജോൺസൺ. ആകെ 19 പേർക്കാണ് പുരസ്കാരം ലഭിച്ചത്. മറ്റു പ്രമുഖ ജേതാക്കൾ: ഹിലരി ക്ലിൻ്റൺ, ജോർജ് സോറോസ്, ഡെൻസിൽ വാഷിംഗ്ടൺ, റാൽഫ് ലോറൻ. അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണിത്. കല, സാഹിത്യം, സംഗീതം, കായികം, വ്യവസായം, സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ സമൂഹത്തിന് സംഭാവന നൽകിയ വ്യക്തികൾക്ക് നൽകുന്ന പുരസ്കാരം. 1963 ജോൺ എഫ് കെന്നഡി പ്രസിഡന്റായിരിക്കെ സ്ഥാപിച്ചു. 2024 പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് ഈ പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ലയണൽ മെസ്സി. അർജന്റീനയുടെ ഫുട്ബോൾ ഇതിഹാസം. 7 ബാലൺ ഡി ഓർ പുരസ്കാരങ്ങൾ നേടിയ കളിക്കാരൻ. 2022 അർജന്റീനയെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചു. ബാർസലോണ ക്ലബിനൊപ്പം നിരവധി ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടി. നിലവിൽ ഇന്റർ മയാമി ക്ലബിനു വേണ്ടി കളിക്കുന്നു. കായിക രംഗത്തെ സംഭാവനകൾക്കും സാമൂഹിക പ്രതിബദ്ധതയ്ക്കുമാണ് പ്രസിഡൻസ് മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ചത്. മാജിക് ജോൺസൺ. NBA ഇതിഹാസ താരം. ലോസ് ഏഞ്ചൽസ് ലോക്കേഴ്സ് കളിച്ച് 5 NBA ചാമ്പ്യൻഷിപ്പുകൾ നേടി. HIV/AIDS ബോധവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വം. മാജിക് ജോൺസൺ ഫൗണ്ടേഷൻ വഴി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഹിലരി ക്ലിൻ്റൺ. മുൻ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് 2009 മുതൽ 2013 വരെ. മുൻ US സെനറ്റർ 2001 മുതൽ 2009 വരെ. മുൻ ഫസ്റ്റ് ലേഡി 1993 മുതൽ 2001 വരെ. സ്ത്രീ ശാക്തീകരണത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ച നേതാവ്. 2016 US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ വനിതാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ജോർജ് സോറോസ്. പ്രമുഖ അമേരിക്കൻ ബിസിനസ്സുകാരനും ധനകാര്യ വിദഗ്ധനും മനുഷ്യാവകാശ പ്രവർത്തകൻ. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ സ്ഥാപകൻ. ലോകമെമ്പാടും ജനാധിപത്യത്തിനും സ്വതന്ത്ര മാധ്യമങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. $32 ബില്യൺ ധനസഹായം വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. ഡെൻസിൽ വാഷിംഗ്ടൺ. 2 അക്കാദമി അവാർഡുകൾ നേടിയ പ്രശസ്ത അമേരിക്കൻ നടനും സംവിധായകനും. ട്രെയിനിങ് ഡേ, ഗ്ലോറി തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായി. കലാരംഗത്തെ സംഭാവനകൾക്ക് പുറമെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നു. റാൽഫ് ലോറൻ. ലോക പ്രശസ്ത അമേരിക്കൻ ഫാഷൻ ഡിസൈനറും വ്യവസായിയും. റാൽഫ് ലോറൻ കോർപ്പറേഷന്റെ സ്ഥാപകൻ. അമേരിക്കൻ ഫാഷൻ വ്യവസായത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തി. പോലോ ബ്രാൻഡിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പ്രധാന ശില്പികളിൽ ഒരാളും ആണവോർജ കമ്മീഷൻ മേധാവിയുമായിരുന്ന ആരാണ് 2025 ജനുവരി 4 അന്തരിച്ചത്? ഡോക്ടർ R ചിദംബരം. 88 വയസ്സ്. പൂർണ്ണനാമം രാജഗോപാല ചിദംബരം. 1936 നവംബർ 11 ചെന്നൈയിലാണ് ജനനം. ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് PhD നേടി. 1962 ഫാഫ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്കിൽ ചേർന്നു.
1990 മുതൽ 1993 വരെ ബാർക്ക് ഡയറക്ടർ. 1994 മുതൽ 1995 വരെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ബോർഡ് ഓഫ് ഗവേണൻസ് ചെയർമാൻ. 1993 മുതൽ 2000 വരെ ആണവോർജ കമ്മീഷൻ ചെയർമാൻ. 2001 മുതൽ 2008 വരെ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ പിൻഗാമിയായി പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായി സേവനം അനുഷ്ഠിച്ചു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1974 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കെ 1998 നടത്തിയ ആണവ പരീക്ഷണങ്ങളിൽ നിർണായക പങ്ക് വഹിച്ചു. 1975 പത്മശ്രീ, 1999 പത്മവിഭൂഷൺ ബഹുമതികൾ ലഭിച്ചു. 1998 പൊക്രാൻ പരീക്ഷണങ്ങൾക്കായി ആണവ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്ത ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി സംഘത്തിന് നേതൃത്വം നൽകി. ക്രിസ്റ്റലോഗ്രാഫി, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളിലെ ഗവേഷണം ശ്രദ്ധേയമാണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ വികസനം, ക്വാണ്ടം സാങ്കേതിക വിദ്യ, രാജ്യത്തുടനീളമുള്ള ഗവേഷണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ വിജ്ഞാന ശൃംഖല NKNന്റെ ആശയം തുടങ്ങിയവയിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ശാസ്ത്രീയവും തന്ത്രപരവുമായ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിൽ മികച്ച സംഭാവന നൽകി. വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് മുംബൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ അന്തരിച്ചു. രാജ്യസഭാ സെക്രട്ടറി ജനറലായി വീണ്ടും നിയമിതനായത് ആര്? പ്രമോദ് ചന്ദ്ര മോഡി. ഗുജറാത്തിലെ 34ാമത് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ലയേത്? വാവ് തരാഡ്. ബൗളർമാർക്കുള്ള ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം നിലനിർത്തിയതിനൊപ്പം ഏറ്റവും ഉയർന്ന റേറ്റിംഗ് പോയിന്റ് നേടിയ ഇന്ത്യൻ പേസർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആര്? ജസ്പ്രീത് ബുംറ. 907 റേറ്റിംഗ് പോയിന്റുമായാണ് ബുംറ ഈ പട്ടികയിൽ ഇടം നേടിയത്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തിയ തദ്ദേശീയ കലാരൂപങ്ങൾ ഏതെല്ലാം? ഇരുള നൃത്തം, മലയപ്പുലയാട്ടം, പളിയ നൃത്തം, മംഗലക്കളി, പണിയ നൃത്തം. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ തുടർച്ചയായ മത്സരങ്ങൾ പുറത്താകാതെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിൻ്റെ ലോക റെക്കോർഡ് സ്വന്തമാക്കിയ ക്രിക്കറ്റർ ആരാണ്? കരുൺ നായർ. വിജയ് ഹസാരെ ട്രോഫിയിൽ 5 മത്സരങ്ങളിലായി പുറത്താകാതെ ആകെ 542 റൺസാണ് കരുൺ നേടിയത്. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ KSRTC ആരംഭിച്ച ഡബിൾ ഡക്കർ ബസ് ഏതാണ്? റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്. അതിദരിദ്രരില്ലാത്തതും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഏതാണ്? സമുന്നയ്. അന്താരാഷ്ട്ര ഹിമാനി ദിനമായി UN ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? മാർച്ച് 21. ഹൊറബാഗ്രസ് ഒബ്സ്ക്യൂറസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പുതിയ ഇനം മഞ്ഞക്കൂരിയെ ഏത് നദിയിൽ നിന്നാണ് കണ്ടെത്തിയത്? ചാലക്കുടിപ്പുഴ. പൂനെയിൽ നടന്ന ദേശീയ അണ്ടർ-9 പെൺകുട്ടികളുടെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിയായത് ആര്? ദിവി ബിജേഷ്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച സ്വകാര്യ മേഖലയുമായി ചേർന്ന് സ്ഥാപിക്കുന്ന 220 മെഗാവാട്ടിന് താഴെ ശേഷിയുള്ള ആണവ റിയാക്ടർ ഏതാണ്? ഭാരത് സ്മോൾ റിയാക്ടർ. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയ തിരുവല്ല സ്വദേശിയാര്? സീന സാറ മജ്നു. ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായി 3 ഗോർജസ് ഡാമിനേക്കാൾ വലിയ അണക്കെട്ട് ചൈന നിർമ്മിക്കാൻ ഒരുങ്ങുന്ന നദിയേത്? ബ്രഹ്മപുത്ര. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.